ഹലോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഓൺ വോയിസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഈ ഒരു സാധനം വാങ്ങുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താ പറയാമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ജെമിനിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പിനഫർ എന്നും പറയും എപ്രോ എന്നും പറയും. അപ്പോൾ മലയാളത്തിൽ എന്താ പറയാന്നറിയില്ല. ഇതെന്തിനാ സംഭവം വാങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നല്ല നേരത്തെ കുളിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഒരേപോലെ റൂട്ടീൻ പോകുമ്പോൾ നമുക്ക് നല്ല മടുപ്പ് വരില്ലേ. അപ്പോൾ ഒരു ചേഞ്ച് വരുത്തിയതാണ് കേട്ടോ, രാവിലെ എണീച്ച് കുളിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ കുളി കഴിഞ്ഞാൽ എന്തോ വലിയ പണി കഴിഞ്ഞൊരു ഫീലാണ് കേട്ടോ. അതുകൊണ്ട് ഈ റൂട്ടീൻ തന്നെ ഞാൻ പിടിച്ചു. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല മുരിഞ്ഞ ദോശ, കുറച്ച് നെയ്യും കൂടി പുരട്ടാ. അപ്പോൾ നെയ് റോസ്റ്റ് ആയില്ലേ. ഇന്നലെ രാത്രി തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി നമ്മൾ ബാറ്റർ വാങ്ങിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ കൂടുതലും ബാറ്റർ വാങ്ങാറ്. ചില സമയങ്ങളിൽ മാത്രം അരി കുതിർത്ത് വെച്ച് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനെന്താ എനിക്ക് നിക്കപ്പൊറുതി ഇല്ലാത്തതെന്ന് വെച്ചാൽ ഈ കെട്ടിയത് എനിക്ക് വലിയ തൃപ്തി തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അത് അയച്ചിട്ടതാണ്. അപ്പോൾ ഇനി ഇളക്കി കൂടുതൽ സമയം കളയാണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം അല്ലേ. കമോൺ. അപ്പോൾ അതിന് വേണ്ടി എടുക്കുന്നത് നമ്മൾ നല്ല അടിപൊളി ചീസ് ഗീ ആണ് കേട്ടോ. ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഗീ ഒക്കെ എവിടെ വെക്കുക, ഫ്രിഡ്ജിലാണോ പുറത്താണോ വെക്കുകയെന്ന്. ഫസ്റ്റ് ടൈം ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത്. പിന്നെ മനസ്സിലായപ്പോൾ പിന്നെ അത് പുറത്താണ് ഇപ്പോൾ ഞാൻ വെക്കാറ് കേട്ടോ. സ്വന്തമായിട്ട് കിച്ചണൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പല പല കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് ഞാൻ. ഇതൊക്കെ കെട്ടി കിച്ചണിൽ നിൽക്കണം കാണുമ്പോൾ തോന്നും ഭയങ്കര കുക്കാണെന്ന്. അല്ല കേട്ടോ, തെറ്റിദ്ധാരണയാണ്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നീറ്റല്ലാത്ത പോലെ തോന്നും, പക്ഷെ അത് അല്ല. അതിലുള്ള സാധനങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഓരോ ടെപ്പയും കഴുകി വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് മന്ത്ലി ഫസ്റ്റ് സാധനങ്ങൾ വാങ്ങി നിറയ്ക്കും. അപ്പോൾ നമ്മുടെ നെയ് റോസ്റ്റ് റെഡി ആയിട്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കഴിക്കാനും കാണാനും രസമുണ്ട്, അതേപോലെ കഴിക്കാനും രസമുണ്ട് കേട്ടോ. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് മുരിഞ്ഞ ദോശ വെറുതെ തിന്നാൻ. ഞാൻ ചിലപ്പോൾ കറിയൊന്നും ഇല്ലാതെ കഴിക്കുന്ന ആളാണ് കേട്ടോ. ഈ ബാറ്റർ വാങ്ങിയതായതുകൊണ്ട് ചെറിയ തേരിട്ടൊരു പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ പുളിപ്പ് ഇഷ്ടമല്ല. പിന്നെ തണുത്തത് തിന്നണേണ്ടി നല്ലത് നല്ല മുരിഞ്ഞ് ചൂടുള്ള ദോശ തിന്നാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.